അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് ഷൗക്ക ഡാമിൻ്റെ കുറച്ച് കാഴ്ചകളും കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതെല്ലാം ഷൗക്ക ഡാമിൻ്റെ അടിപൊളി പാർക്കിംഗ് ഏരിയയാണ്. നമുക്ക് വന്ന് വിശ്രമിക്കാനൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ഗാർഡനും അതുപോലെ തന്നെ നല്ലൊരു പാർക്കിംഗ് ഏരിയയൊക്കെയാണ് ഇവിടെ നമുക്ക് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിത് റാസൽ കൈമയിലെ ഷൗക്ക ഡാമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഗാർഡനാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയ പാർക്കിംഗ് ആൻഡ് ഗാർഡൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് നമുക്കിവിടെ കറങ്ങി കാണാനുള്ള ഒരു അടിപൊളി ഏരിയയും തന്നെയാണിത്. നമ്മൾ കണ്ടിട്ട് അടിപൊളി ഒരു ഏരിയ തന്നെയാണ്. നമ്മൾ ഇങ്ങനെ പതുക്കെ നടന്ന് മുകളിലേക്ക് ആ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം. നല്ല സ്റ്റെപ്പ്. നമ്മൾ ഡാമിൻ്റെ അടുത്തേക്ക് എത്തിയ സുഹൃത്തുക്കളെ, മുകളിൽ കയറി നമ്മൾ താഴേക്ക് നോക്കിയുണ്ടല്ലോ, നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഡാമിലേക്ക് എത്തി. നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഇവിടേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ ഡാം. അടിപൊളി കാഴ്ച തന്നെയാണ്. ഡാമിൻ്റെ ഒരു ഭംഗിയെന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല. ശരിക്കും പറഞ്ഞാൽ യു എയിൽ വന്നിട്ട് ഇത്രയും നല്ല ഒരു ഡാം ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇത് റാസൽ കൈമയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഷൗക്ക ഡാം എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഇവിടെ നമുക്ക് ഹൈഡിങ്ങിനൊക്കെ ഉള്ള അടിപൊളി ഹൈഡിങ്ങിനൊക്കെ പറ്റിയ ഒരു ഏരിയ ഇവിടെ നമുക്കുണ്ട്. ഒരു രക്ഷയില്ലാതെ ഈ പാറയൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ച് അതിൻ്റെ സൈഡിന് നെറ്റൊക്കെ അടിച്ച് ഒരു പ്രത്യേക ഒരു വൈബായിട്ട് തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത ഒരു വൈബ് തന്നെയാണ്. നമ്മളെ ഷെയ്ക്കിൻ്റെ പടവും ഇവിടെ നമുക്ക് ഒരു ഇതായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിന് നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ നെറ്റിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഇങ്ങനെ മൊബൈലൊന്ന് സൂം ചെയ്തപ്പോൾ അതേ നല്ല അടിപൊളി മീനുകൾ, ഒരു മീനിൻ്റെ ഒരു കൂട്ടം അങ്ങനെ നിൽക്കുകയാണ് മുകളിൽ. ശരിക്കും നമ്മൾ എത്തിയപ്പോൾ ഒരു ഉച്ച സമയമായി, എങ്കിലും മീനുകൾ നിൽക്കുന്ന കാണാൻ എന്താ ഒരു ഭംഗിയല്ലേ. വെയിലായതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ വെയിൽ കൊള്ളാൻ വേണ്ടി വന്നതായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സൈഡിന് ഇങ്ങനെ കാണുമ്പോൾ എന്താ ഒരു ഭംഗി നോക്കിയാൽ, മലകൾ 4 സൈഡിനും മലയാണ്. മല എന്ന് പറയുന്നത് ഇങ്ങനെ മലയുടെ നടുവിലായിട്ടാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്താ ഒരു ഭംഗിയല്ലേ, ഒരു രക്ഷയില്ല. അവിടെ നിന്ന് വെള്ളമൊക്കെ ചെറുതായിട്ട് ഇങ്ങോട്ട് ഒലിച്ച് താഴേക്ക് പോരുന്നുണ്ട്. നിറഞ്ഞ് നിൽക്കുകയാണ് വെള്ളം. ഡാമിൻ്റെ ഫുള്ള് നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് നമ്മളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ഒന്ന് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് സൈഡിനേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു മീറ്റർ സ്കെയിൽ വെച്ചിട്ടുണ്ട്. 10 മീറ്റർ ആണ് ഇപ്പോൾ അവിടെ ഹൈറ്റിൽ വെള്ളം ഉള്ളതായിട്ട് കാണിക്കുന്നത്. ഇനി ഒരു 2 മീറ്ററും കൂടെ ഇതിൽ ഇതിൻ്റെ ഷട്ടർ പൊന്തിക്കാൻ പറ്റും. അപ്പോൾ 10 മീറ്റർ ഹൈറ്റിൽ വെള്ളം ഉണ്ട്. 2 മീറ്റർ ഇനി അതിൽ സ്കെയിൽ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ നമ്മളെ അതിൻ്റെ അകത്തൂടെ തന്നെ മുകളിൽ മീനൊക്കെ നിൽപ്പുണ്ട്. ഇങ്ങനെ മീനുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഒരു രസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് വന്ന് ക്ഷീണിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഉല്ലസിക്കാൻ ഒരു ഊഞ്ഞാലൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിലിത്തിരി നേരമൊക്കെ ഒന്ന് ഇരുന്ന് വിശ്രമിച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. എന്താ രസമെന്നറിയാം, നമ്മൾ നടന്നിട്ടൊക്കെ വന്നിങ്ങനെ അതിലിരുന്ന് ഒന്ന് ആടുമ്പോഴൊരു പ്രത്യേക സുഖം തോന്നി. അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ ഇറങ്ങി താഴേക്ക് നടക്കുകയാണ്. താഴേക്ക് നടന്ന് മുന്നേക്ക് വരുമ്പോൾ നല്ല ഗാർഡനൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഗാർഡനും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താ ഒരു രക്ഷയില്ല, നല്ല രസം. നമ്മൾ താഴെ ഇറങ്ങിയപ്പോഴാണ് നമ്മളെ നാട് മാതിരിക്ക്, ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ നമ്മളെ ചെറിയ തോട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നല്ല ചെറിയ അരുവി. നമ്മളെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അറിയാം, പൊന്മുടി നമ്മൾ കല്ലാറിലൊക്കെ പോകുമ്പം നമുക്കിതുപോലെ ഫീൽ ചെയ്യും. കല്ലാറിൻ്റെ ആ താഴ്ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്കിതുപോലൊരു ഫീലിംഗ് കിട്ടും.
നല്ല ഉണ്ട കല്ലുകളും ചെറിയ വെള്ളവും തെളിഞ്ഞ വെള്ളം ആ ഡാമിൽ നിന്ന് ഒലിച്ച് വരുന്നതാണ്. ഡാമിൽ നിന്ന് അങ്ങനെ വരുന്ന വെള്ളമാണ് താഴേക്ക് ഇറങ്ങുന്നത്. ഈ സൈഡിൻ്റെ മലകളിലൊക്കെ ആൾക്കാർ ശരിക്കും പേര് കയറി പോകുന്നുണ്ട്. സൈഡിൽ കൂടെ കയറുന്ന രീതിയിൽ തന്നെ ചെറിയ ചെറിയ ഇതൊക്കെ സ്റ്റെപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല, അടിപൊളി വൈബ് തന്നെയാണ്. ആൾക്കാർ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതേ നമ്മളെ ആ വെള്ളത്തിലൊക്കെ ആൾക്കാരിങ്ങനെ കളിക്കുന്നവരുണ്ട്. അതേ ഇവിടെ നിന്ന് നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ ശരിക്കും കാണാം ആ ഡാമിൻ്റെ ഒരു മലകൾ കണ്ട 4 സൈഡിനും നല്ല മൊത്തം മലകളാൽ ഇങ്ങനെ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ്. എന്താ പറയുക, ആ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല തെളിഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളമാണ് ഇങ്ങനെ ഒലിച്ച് കിടക്കുന്നത്. നല്ല തണുത്ത വെള്ളം കേട്ടോ. കാലൊക്കെ നനച്ച് നല്ല രസമുണ്ട്, നല്ല അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന ആൾക്കാർ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കുന്നവരുണ്ട്. ഈ താഴ്ഭാഗത്ത് തന്നെ ഇരിക്കാനും പറ്റും. നല്ല വലിയ ചൂട് ഉച്ച സമയത്ത് പോലും വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. നല്ല ഇതാണ് അവിടെ കാഴ്ചകളും അതുപോലെ നല്ല ഭംഗി. അപ്പോൾ കുറച്ച് താഴേക്ക് വന്നപ്പോൾ അതിനേക്കാളും കുറേ കൂടെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടു. അവിടെ നമ്മൾ ഇറങ്ങി. നല്ല ഒരു രസമാണ്. എന്താ പറയുക, ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ സൈഡിൽ നിൽപ്പുണ്ട്. വെള്ളം നല്ല നമ്മളെ തോട്ടിലെ മാതിരിക്ക് വെള്ളം അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഷൗക്ക ഡാമിൽ ഒന്ന് പോവുക. അതിൻ്റെ താഴത്തെ വാതിയിലൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഏരിയയാണ്. എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെയാണ്. കാഴ്ചകൾ നല്ല മീനതായി ഈ ഇതിൽ തന്നെ ഈ തോട്ടിൽ തന്നെ മീനൊക്കെ ഉണ്ട്. നല്ല ശരിക്കും മീനുകളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ സൈഡിനായിട്ട് നല്ല ചെടികളൊക്കെ പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു ഐറ്റം. എന്താ പറയുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് നമ്മളെങ്ങനെ തിരിച്ചിറങ്ങി വന്ന വഴിക്കാണ് ഈ തോട്ടിലൊക്കെ വന്ന് ഇറങ്ങി കാലൊക്കെ നനച്ചു. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്.